ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തെ പറ്റി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു അനേക ഉപമകൾ പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷം യേശു തന്നെ സംസാരിക്കുന്നതാണിത്. 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അനേക ഉപമകൾ കേട്ടു. ഇന്നലെ നമ്മൾ കേട്ടു കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ ട്രഷർ. ഇന്ന് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ പേൾ. ഇവിടെ വായിക്കാം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയാതെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. കണ്ടോ? പിന്നെ ഇത് കണ്ടോ? അത് ആ വയലിലെല്ലാം ഒരു മുത്ത് കണ്ടു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണെന്ന്. വയലിൽ ഒളിച്ചു വെച്ചേക്കാണ് ഒരു നിധി, ട്രഷർ. അത് നമ്മൾ കണ്ടു. പിന്നെ പറയാണ് സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി പോവാണ് മുത്ത്. സോ പേൾ, ഹാവ് യു സീൻ പേൾസ്? പേൾസൊക്കെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ? നല്ല ആലയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലാണല്ലോ. ഹൈദരാബാദിൽ ചാർമിനാർ ഈസ് കോൾഡ് ദ പേൾ സിറ്റി. അപ്പോൾ അവിടെ ഒത്തിരി പേര് വന്ന് ചീപ്പായിട്ട് കിട്ടും, നല്ല പ്യുവർ പേളൊക്കെ കിട്ടും. അപ്പം അത് സോ ദാറ്റ് ഈസ് എ വെരി നൈസ് തിങ്. It is lasting, the pearl. Our city is well known. See, we get beautiful pearls there in Charminar. People from all over the world and country come and buy pearls there. ആ പേൾസ് എന്ന് പറയുമ്പോൾ നല്ല വൈറ്റ് കളറാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാണ്, ഒരു ഫിഷിൻ്റെ വയറ്റിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സമുദ്രത്തിൽ നിന്ന്. സോ അതാണ് പേൾസ് ഇത്ര കോസ്റ്റ്ലി ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വി ഷുഡ് ഗോ ആഫ്റ്റർ എ ന്യൂ പേൾ. ആ ന്യൂ പേൾ എന്ന് പറയുന്നത് ജീസസ് ആണ്, യേശു ക്രിസ്തുവാണ്. അപ്പം യേശു ക്രിസ്തുവിനെ കിട്ടിയവർ കിങ്ഡം ഓഫ് ഹെവൻ വിൽ ബി ലൈക്ക് എ പേൾ ഫോർ ദം. സോ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞ് നമ്മുടെ ചിന്തയെല്ലാം വേറെ ഒരു പേൾ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ. എങ്ങനെയാലും സ്വർഗരാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, സ്വർഗരാജ്യത്തിന് നമ്മൾ എത്തണം. സ്വർഗരാജ്യത്തെപ്പറ്റി നമ്മൾ മെസ്സേജ് കേട്ടാൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം, വർക്ക് ചെയ്യണം. ആ സ്വർഗരാജ്യം വിസ്തരിക്കാൻ വേണ്ടി, അതായത് വിസ്താരമാക്കണം, എക്സ്പാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ പോപ്പുലേറ്റ് ചെയ്യണം. സാത്താൻ്റെ രാജ്യത്തെ നശിപ്പിച്ചിട്ട് ദൈവരാജ്യം നമ്മൾ പണിതുകൊണ്ടിരിക്കണം. അനേക ആത്മാക്കളെ രക്ഷിച്ച് അവിടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മളെ ദൈവം ഒരു പേളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മർച്ചൻ്റ് എന്നാ ചെയ്തേ? ആ വ്യാപാരി എന്താ ചെയ്തേ? ഹി ഗേവ് എ ഗ്രേറ്റ് പ്രൈസ് ടു ബൈ ദാറ്റ് പേൾ, അല്ലേ? എല്ലാം പോയി വിറ്റിട്ട്, കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റിട്ട് ആ പേളെല്ലാം വാങ്ങിക്കാനായിട്ട് ഈ മർച്ചൻ്റ്, ഈ വ്യാപാരി ശ്രദ്ധിച്ചു, പ്രയാസപ്പെട്ടു എന്ന്. സോ വെൻ ഹി സോ ദ വർത്ത് ഓഫ് ഇറ്റ്, വാട്ട് ഡിഡ് ഹി ഡു? ഹി സോൾഡ് എവറിത്തിങ്. അങ്ങനെയാണ് നമ്മൾ ഈ വർത്ത് കാണുമ്പോഴേ ബാക്കിയുള്ളതെല്ലാം ഒന്നുമല്ല. നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാം ചപ്പും ചവറുമാണ്. അതല്ലേ പൗലോസിലെ പറഞ്ഞത്, എനിക്കെല്ലാം ഡങ്ങാണ്, ഇതെല്ലാം മലമാണ്, എല്ലാം വേസ്റ്റാണ് ഈ ലോകത്തിലുള്ള. there is no meaning in all these things. We are using it just for we need to serve the Lord. So ദൈവം എന്തെങ്കിലും തന്നെങ്കിൽ, എനിക്കിപ്പോൾ കാറ് തന്നെങ്കിൽ, എനിക്ക് വീട് തന്നെങ്കിൽ, എനിക്ക് ആൾക്കാർ തന്നെങ്കിൽ, എനിക്ക് എല്ലാ കംഫർട്ടും അതെല്ലാം തന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയാസപ്പെടാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടാൻ വേണ്ടി, ദൈവത്തെ സേവിക്കാൻ വേണ്ടി കർത്താവ് ഇതെല്ലാം തരുന്നു, അത്രയേ ഉള്ളൂ. If you are placed in a office, if you are placed in a workplace or college or wherever you are, അപ്പോൾ അതിനൊരർത്ഥമുണ്ട്. അവിടെ നീ ദൈവരാജ്യം അവിടെ പ്രസംഗിക്കണം, ദൈവരാജ്യത്തെപ്പറ്റി പറയണം, യേശുവിനെ പറ്റി പറയണം. നീ ഈ ലോകത്തിൻ്റെ ആളല്ലാന്ന് പറയണം. ആ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങളുടെ കൊളീഗ്സിനോട് പറയണം, നീ യു ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്, യു ഹാവ് അനദർ കിങ്ഡം, there is a heaven prepared for you, Jesus died for you എന്ന് പറയണം. അതാണ് ഈ കിങ്ഡം ഓഫ് ഹെവൻ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഈ മർച്ചൻ്റ്, സോ ഹീ സോ ദ ബ്യൂട്ടി, he saw the beauty and he purchased it. Same way Jesus came from the kingdom of heaven, the beautiful kingdom heaven ആണ് വന്നത്. അപ്പം he know the beauty and the value of that non-perishing kingdom because he himself came from that indescribable place. അങ്ങനെയുള്ള നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരു സ്വർഗരാജ്യ. അത് ഭയങ്കര വി കാൻറ്റ് എക്സ്പ്ലെയിൻ. ഈവൻ അപ്പോസ്റ്റൽ പോൾ യോഹന്നാൻ സ്ലീഹ എഴുതിയിട്ടുണ്ട്, റെവലേഷൻ, ബുക്ക് ഓഫ്
റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്ക്രൈബ് ഇറ്റ്. പക്ഷേ ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്. നിങ്ങൾ റെവലേഷൻ 21 and 22 വായിച്ചാൽ അറിയാം എങ്ങനെയാണ് ഈ ഹെവൻന്ന്. അവിടെ പേളാണ്, അവിടെ സ്വർണ്ണമാണ്, നമ്മുടെ തെരുവെല്ലാം ഇങ്ങനെ എന്നാ വീതി, അതായത് റോഡ് മുഴുവൻ താറല്ല ഇട്ടേക്കുന്നത്, ഡസ്റ്റല്ല, മുഴുവൻ സ്വർണ്ണത്താലാണ്. പിന്നെ അവിടെ ഭിത്തിയിലെല്ലാം പേൾസാണ്. ഇങ്ങനെ അനേക സ്റ്റോൺസ്, പ്രഷ്യസ് സ്റ്റോൺസ് നിറഞ്ഞതാണ്. അപ്പോസ്തലന്മാരുടെ പേര്, പിന്നെ 12 ഇസ്രായേൽ മക്കളുണ്ടല്ലോ, അവരുടെ യാക്കോബിൻ്റെ മക്കൾ 12, ആ ഗോത്രം, അവരുടെ പേര് എല്ലാം അവിടെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ഈ ഹെവൻലി സിറ്റി, ഈ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. ആ കിങ്ഡം ഓഫ് ഹെവൻ നമുക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ജീവിതം വഴിയായി. നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ മാതൃകയായിട്ട് ജീവിക്കുക, നമ്മൾ പറയുക, നമ്മൾ കർത്താവ് പറയുന്ന അനുസരിച്ച് യേശുവിനെ പോലെ ജീവിച്ച് അതേപ്പറ്റി പറഞ്ഞ് പ്രസംഗിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ചാൽ നമ്മൾ വി ആർ ബ്രിങ്ങിങ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ ദി എർത്ത്. ഹെവൻ ഈസ് ഓൺ എർത്ത് അല്ലേ? നമ്മളങ്ങനെ നമുക്കൊരു ഹെവൻ ആക്കാൻ പറ്റും. നമ്മുടെ വീടൊരു ഹെവൻ, നമ്മുടെ വീടൊരു സ്വർഗമാക്കാൻ പറ്റും. അവിടെയുള്ള സാത്താൻ്റെ എല്ലാ ദുഷ്ടക്രിയകളെല്ലാം മാറ്റണം. ഞാൻ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ തന്നെയും എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് ഞാൻ ഒത്തിരി ഷോപ്പിംഗ് ചെയ്യുന്ന ആളാണ്. പുതിയത് വാങ്ങിയിട്ട് പഴയത് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും അങ്ങനെ. അപ്പോൾ അതെല്ലാം ഞാൻ ഐ വിൽ സാങ്ക്ടിഫൈ ഇറ്റ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ബിക്കോസ് നമ്മളെല്ലാ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ കടകളിലും രാവിലെ ഒരു പൂജയൊക്കെ ചെയ്യും, ഇങ്ങനെ ഒരു ആരത്തിയൊക്കെ ഇട്ട് അങ്ങനെ വിഗ്രഹാർപ്പിതമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ കർത്താവെ, ഞാൻ എന്തെങ്കിലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാം ശുദ്ധീകരിക്കുന്നത്. കർത്താവുള്ള ഭവനമാകണം, കർത്താവുള്ള റൂമാകണം. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഡോർ പോസ്റ്റ്, അതായത് വീട്ടിൽ യേശുവിൻ്റെ രക്തം, കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തെളിക്കണം. അവർ വിക്കഡ് വേൾഡിലാണ്, ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവരെ കവർ ചെയ്യണം, കവർ ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. രാത്രിക്കും കൈ കുഞ്ഞുങ്ങളുടെ തലമേ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യം, നമ്മുടെ വീടൊരു സ്വർഗമാക്കുന്നത്. സോ അങ്ങനെ കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിലെ എല്ലാ കിങ്ഡവും ദാനിയേൽ 2:44 നമ്മൾ വായിച്ചല്ലോ, ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം. അതായത് ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം നശിപ്പിച്ചിട്ട് ഈ ദൈവരാജ്യം പിന്നെ ഒരു ദിവസം യേശു വന്നു കഴിഞ്ഞ് ഇവിടെ സ്ഥാപിതമാകും. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ ഫോക്കസ് ഷുഡ് ബി ദ കിങ്ഡം ഓഫ് ഗോഡ്. ഡോണ്ട് ഡു യുവർ ബിസിനസ്. See, God will take care of everything. Seek first the kingdom of God and all the righteousness, then all the rest will come, fall in line with you. It will be added to you. എല്ലാം ആഡ് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ ഭർത്താവും എൻ്റെ കുടുംബത്തിലും അതാണ് സംഭവിച്ചത്. ഞങ്ങളൊന്നും ചോദിച്ചില്ല, കർത്താവ് എനിക്ക് വീട് തരണേ, എനിക്ക് കാറ് തരണമേ, എനിക്ക് ഫ്രിഡ്ജ് തരണേ, TV തരണേ, കമ്പ്യൂട്ടർ തരണേ, ഇതൊന്നും ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനറിയാം, ദൈവം ആവശ്യമുള്ള എല്ലാം തരും. അതെല്ലാം പുറകെ വന്നോളും. കർത്താവിൻ്റെ രാജ്യത്തിന് മുൻസ്ഥാനം കൊടുത്തപ്പോൾ ഇതെല്ലാം എൻ്റെ പുറകെ വന്നു, പിന്നാലെ വന്നു. സോ അങ്ങനെ ദൈവം എല്ലാവരെയും ഒരു കിങ്ഡം മെൻറ്റാലിറ്റി, ആ ഫോക്കസ് എല്ലാവർക്കും ദൈവം തരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ്